welcome back to my channel Adventures of Jenny. This is me, Jennifer. ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയുമോ? എൻ്റെ ചില്ലി ഗാർഡനിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ചില്ലി ഗാർഡനെ കുറിച്ചുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ഞാൻ നട്ടിട്ടുള്ള ചില്ലികളാണ്. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് കാന്താരി മുളകിനെ കുറിച്ചാണ്. ഇതാണ് കാന്താരി മുളക്. ഇത് ഭയങ്കര എരിവാണ്. ചമ്മന്തിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് വെറുതെ ചോറിലൊക്കെ കൂട്ടി കഴിക്കാം. അപ്പം ഇത് നമ്മുടെ നോർമൽ മുളകാണ്. ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നത്. അപ്പം ഇതിന് അത്രയ്ക്ക് എരിവൊന്നുമില്ല. ഞാനെന്നും ഇതൊക്കെ പ്ലക്ക് ചെയ്യാറുണ്ട്. ബൾബ് മുളക് കണ്ടോ? അങ്ങനത്തെ ബൾബ് പോലെ ഇരിക്കും. അത് ഞാൻ അകത്തേക്കൊന്നും യൂസ് ചെയ്യാറില്ല. പക്ഷേ സത്യത്തിൽ ഇത് വെറുതെ കറിയിൽ മാത്രമേ ഇടുന്നുള്ളൂ. ഇത് കണ്ടോ? ഇതാണ് ഉണ്ടമുളക്. ഇതിപ്പോൾ 2 എണ്ണം റെഡായിട്ടുണ്ട്. ഒരെണ്ണം കണ്ടോ ഗ്രീൻ കളറിലായി നിൽക്കുന്നുണ്ട്. ഇതിന് എരിവ് അത്രയ്ക്കൊന്നും ഇല്ല. ആണ് എൻ്റെ മുളക് ചെടികൾ. അപ്പോൾ ഇതിൻ്റെ വളം എന്ന് പറയുന്നത് ഇങ്ങനെ പശുവിൻ്റെ ചാണകവും പിന്നെ നമ്മളിങ്ങനെ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റൊക്കെ അറിയില്ലേ, അതും എന്താ പറയുക ഇങ്ങനെ സവോളയുടെ തൊലിയൊക്കെ അതൊക്കെയാണ് ഇതിന് വളമായി ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. വീട്ടിലുണ്ടാക്കുന്ന മുളകും പിന്നെ വേറെ വെജിറ്റബിൾസൊക്കെ നല്ലതാണ്. പക്ഷെ കട്ട് ചെയ്ത് മേടിക്കുന്നതോ അത്രയ്ക്ക് നല്ലതൊന്നല്ല. ഇതിൽ കെമിക്കലൊക്കെ ചേർത്തിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ഇങ്ങനെ എന്താ പറയുക COVID-19 അല്ലേ, ഇങ്ങനത്തെ ഓരോ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ചെയ്യണം. അപ്പം എനിക്ക് എൻ്റെ ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറേ ഫ്രീ ടൈമുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്ന് എല്ലാ മുളകിനൊക്കെ വെള്ളം ഒഴിച്ച് നോക്കിയിട്ടൊക്കെ ഞാൻ പോയി. അപ്പം എൻ്റെ ഇന്ന് ചില്ലി മാത്രം കാണിച്ചോളൂ. എൻ്റെ വേറെ കുറേ ഉണ്ട്. പംകിൻ, ബോട്ടിൽ കാർഡ് എന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കും. നമ്മൾ ഇങ്ങനെ മുളക് ചെടിയുടെ സീഡാണ് നമ്മൾ മണ്ണിൽ പാവിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം അതിന് വാട്ടറൊക്കെ ഒഴിച്ച് കെയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് 1 വീക്ക് എടുക്കും വലുതായി വരാനായിട്ട്. ആ 1 വീക്ക് കഴിഞ്ഞിട്ട് അത് വലുതായി വന്നിട്ട് നമ്മൾ ചില്ലിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് ഒന്ന് കട്ട് ചെയ്ത് പൊട്ടിച്ചിട്ടൊക്കെ കറിയിലുണ്ടാക്കി കഴിക്കാം. നമ്മളുണ്ടാക്കിയ ചില്ലി പ്ലാന്റും ഇങ്ങനെ എന്താ പറയുക ചില്ലിയൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിട്ടില്ലേ. അതിങ്ങനെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഹായ് ഞാൻ നട്ട ചില്ലിയുമ്പോൾ ഇങ്ങനെ ചില്ലി ഉണ്ടായല്ലോ. ചില്ലിയിൽ എങ്ങനെ പൊട്ടിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ കൈ കൊണ്ട് പൊട്ടിക്കാൻ പാടില്ല, സിസർ കൊണ്ട് പൊട്ടിച്ചാൽ മതി. അപ്പം ഇതിൽ ഇത്രയും മുളകുണ്ട്. 2 ദിവസത്തേക്ക് വേണ്ടി ഇത്രയും മുളക്. ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത് നല്ലത്, ഷോപ്പിൽ നിന്ന് മേടിക്കണ്ട. അപ്പോൾ അങ്ങനെയില്ലേ എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.